തുള്ളികൾ രഹസ്യമായി പൊഴിയുകയായിരുന്നു. നഗരത്തിന്റെ കരച്ചിൽ ഇരുട്ടത്ത് കേട്ടു. പോയവൻ തിരിച്ചു വന്നു. പാതിയിൽ നിന്ന കഥ ചാമ്പലിൽ മൂടപ്പെട്ടിരുന്നു. സത്യത്തിന്റെ അടയാളം. മരണത്തിന്റെ വേദനയിൽ നിന്നും ഉയർന്ന ആ ശബ്ദം ഇപ്പോൾ പ്രതികാരം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഈ സ്ഥലത്ത്. നഗരത്തിൽ മഴ വിടാതെ പെയ്തുകൊണ്ടേയിരുന്നു. ദൂരത്തിൽ എവിടെയോ ഇടിയിടിക്കുന്ന ശബ്ദം. മിന്നലും വെട്ടുന്നുണ്ട്. നനഞ്ഞിരിക്കുന്ന പാതയിൽ വെളിച്ചത്തിന്റെ പ്രകാശം വീശുന്നു. ഒരു ഇരുട്ടായ ഹൈവേ. അതിലൊരു പെണ്ണ് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നനഞ്ഞിരിക്കുന്ന ആ ഹൈ ഹീൽസ് തറയിൽ പതിയുകയാണ്. ഓരോ ചുവടിന്റെ ശബ്ദവും നന്നായി കേൾക്കുന്നുണ്ട്. കയ്യിൽ ഷാമ്പയിൻ ഗ്ലാസോടൊപ്പം അവൾ വേഗത്തിൽ നടന്നു വരികയാണ്. അവൾ ഒരു കതകിനടുത്തേക്ക് വന്നു. പിന്നെ പതുക്കെ ആ കതക് തുറന്ന് റൂമിനകത്തേക്ക് ചെന്നു. ആ മുറിയിൽ അവൾ തല നിവർന്നു നോക്കി. അവൾ മുകളിലോട്ട് നോക്കി. അത് കണ്ടതും തന്നെ അവൾ വല്ലാതെ ഞെട്ടിപ്പോയി. അവളുടെ മുഖം ആകെ മാറിപ്പോയിരുന്നു. ഒരു ചെയർ ജനാലയുടെ അടുത്തിരിക്കുകയാണ്. അതിലൊരാൾ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ കറുത്ത വസ്ത്രം കീറിയിരിക്കുകയാണ്. പിന്നെ മുഖത്ത് മുറിവുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം പതുക്കെ എണീറ്റ് ആ പെണ്ണിനരികിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ രൂപം കാണാൻ സാധിച്ചു. കയ്യിൽ ഒരു ഷാമ്പയിൻ ഗ്ലാസ് ഉണ്ടായിരുന്നു. അത് താഴേക്ക് വീണു. തിരിച്ചു വന്നു പ്രാചി. ആ മനുഷ്യന്റെ പാതി കത്തിയ മുഖം കാണാൻ സാധിച്ചു. പതുക്കെ അദ്ദേഹം വീണ്ടും അരികിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഭയങ്കരമായ രൂപം കാണാൻ സാധിച്ചു. ഞാൻ വന്നു. സമയം രാവിലെ. നേരം പുലരുകയാണ്. രാജി ഉറക്കത്തിൽ നിന്നും എണീറ്റു. അവൾ അവളുടെ ചുറ്റിലും നോക്കി. തന്റെ ഫോൺ എവിടെയാണെന്ന് തേടി. തന്റെ ബെഡ് സൈഡ് ടേബിളിൽ അതിരിക്കുന്നത് അവൾ കണ്ടു. ആ ഫോൺ അവൾ എടുത്തു. ആ ടേബിളിൽ അവളുടെ ഫാമിലി ഫോട്ടോ ഇരിക്കുകയായിരുന്നു. അതിൽ രാജി തന്റെ അച്ഛനമ്മയോടൊപ്പം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജി ഫോൺ അൺലോക്ക് ചെയ്തു. എന്നിട്ട് അപ്ഡേറ്റ്സ് നോക്കി. സ്ക്രീനിൽ ഈ ആഴ്ചത്തെ മുഖ്യമായ കാര്യങ്ങൾ കാണുന്നു. പ്രസിദ്ധനായ ഇൻഡസ്ട്രിയലിസ്റ്റ് സംഗീത് വിശ്വകർമ്മയുടെ പ്ലെയിൻ അപകടത്തിലുണ്ടായ ഭയങ്കരമായ മരണം. ഫോൺ നോക്കിയിട്ട് രാജി ലിവിംഗ് റൂമിലേക്ക് ചെന്നു. എന്നിട്ട് ചായ കുടിച്ചു. വിശ്രമിക്കാനായി ഒരു ചെയറിൽ ചെന്ന് അവൾ ഇരുന്നു. തന്റെ ഒരു കാൽ അടുത്ത കാലിന് മേലിൽ അവൾ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഭംഗിയുള്ള പുരുഷൻ രാജിയുടെ അടുത്തേക്ക് വന്നത്. അവളുടെ കയ്യിൽ ഒരു എൻവലപ്പ് അദ്ദേഹം നൽകി. മാം, ഈ മെയിൽ നിങ്ങൾക്ക് തന്നെ വന്നിട്ടുണ്ട്. താങ്ക്സ്, തരൂ. രാജി ആ എൻവലപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അയാൾ അവളുടെ പുറകിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് രാജിക്ക് ദേഷ്യം വന്നു. അവൾ അദ്ദേഹത്തെ തിരിഞ്ഞു പുറകിൽ നോക്കി. നിങ്ങൾ ഇത് വായിക്കുന്നോ? നോ മാം. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോകൂ, ചെന്ന് നിങ്ങളുടെ പണി നോക്കൂ. വേഗം കാർ റെഡിയാക്കൂ. എനിക്ക് ഓഫീസിലേക്ക് പോകണം. ഓക്കേ മാം. ആ ആൾ അവിടെ നിന്നും പോയി. രാജി ആ എൻവലപ്പ് തുറന്നു. അതിലുണ്ടായിരുന്ന ലെറ്റർ വായിക്കാൻ തുടങ്ങി. അത് വായിക്കുമ്പോൾ അവളുടെ മുഖം വളരെ ശാന്തമായിരുന്നു. എന്നിട്ട് അവൾ ദീർഘശ്വാസം വലിച്ചു. റെഡി ആയതിനു ശേഷം രാജി ഒരു ലക്ഷറിയായ കാറിനടുത്തേക്ക് വന്നു. കോർപ്പറേറ്റ് കമ്പനിയിൽ വന്ന് കാറിൽ നിന്നും അവൾ ഇറങ്ങി. ഒരു തവണ അങ്ങോട്ട് ശ്രദ്ധിച്ചു. അവിടെ ഗാർഡ്സിനെ കൊണ്ട് തടഞ്ഞു നിർത്തപ്പെട്ട മീഡിയ റിപ്പോർട്ടേഴ്സ് ഗേറ്റിന് പുറത്ത് നിൽക്കുകയായിരുന്നു. പിന്നെ അവൾ മുൻപിലോട്ട് നടന്നു ചെന്നു. ഓഫീസിലെ ഡയറക്ടറുടെ ചെയറിൽ രാജി ചെന്നിരുന്നു. എന്നിട്ട് കുറച്ച് കോൾസ് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് അവൾ ഡെസ്കിലുണ്ടായിരുന്ന കാൾ ബെൽ അമർത്തി. കുറച്ചു സമയത്തിനകം ഒരു മാനേജർ ആ റൂമിനകത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് മാം, പറയൂ, ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങൾക്ക് ചില അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇമെയിൽ ചെയ്തിരിക്കുകയാണ്. അതിൽ 6 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തേക്കോ. ബട്ട് മാം, എത്ര വലിയ അമൗണ്ട്, അത് ആർക്കാണ്? ദാറ്റ്സ് നോട്ട് യുവർ കൺസേൺ മിസ്റ്റർ. എന്തു പറയുന്നു, അത് ചെയ്തേക്കണം. ഐ എം സോറി മാം, ഞാൻ വേഗം തന്നെ ഈ പണി പൂർത്തിയാക്കാം. ഗുഡ്. മാനേജർ തലയനക്കി സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. രാജി തന്റെ ചെയറിൽ പുറകിലോട്ട് ചാഞ്ഞു. എന്നിട്ടൊരു കാൾ ചെയ്തു. പണം വൈകുന്നേരം വന്നെത്തും. ഇതിനുശേഷം എന്നെയോ ഫാമിലിയിലുള്ള ആരെങ്കിലും നീ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അവൾ ഫോൺ സംസാരിച്ചു നിർത്തി. പിന്നെ വളരെ സങ്കടത്തോടെ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. 6 ദിവസത്തിനു മുൻപ് നമ്മൾ സംഗീതിനെ നോക്കാം. ഒരു കോടീശ്വരനായ ബിസിനസ്മാൻ. അദ്ദേഹം പ്രൈവറ്റ് ജെറ്റ് ഓൺ ബോർഡ് എയർലൈനിൽ ദേഷ്യത്തോടെ ഒരു കോൾ സംസാരിക്കുകയാണ്. ആ ഫോൺ ദേഷ്യത്തോടെ അദ്ദേഹം കട്ട് ചെയ്തു. ഞാൻ ഈ കാര്യം ചെയ്യില്ല. അദ്ദേഹം ആ ഫോൺ വെച്ചതും തന്നെ വീണ്ടും ആ ഫോൺ റിംഗ് ആയി. അദ്ദേഹം ഫോണിലേക്ക് നോക്കി. അത് തന്റെ മകൾ പ്രാച്ചിയായിരുന്നു. ഹലോ, പറയൂ മോളെ, നീ എങ്ങനെ ഉണ്ട്? എനിക്ക് സുഖം ഡാഡ്. നിങ്ങൾക്ക് സുഖം തന്നെ? ഞാനും സുഖം തന്നെയാണ് മോളെ. നീ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ തിരിച്ചു വന്നെന്ന് എനിക്കറിയും. എങ്കിലും എന്നെ കൊണ്ട് നിന്നെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഡോണ്ട് വറി, ഞാൻ വേഗം തന്നെ എന്റെ പണികൾ പൂർത്തി ചെയ്തിട്ട് നിന്നെ കാണാൻ വേഗം വരുന്നു. ഐ മിസ് യു ഡാഡ്.
സംഗീത് മറുപടി പറയാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റ് വലതു ഭാഗത്ത് ചരിഞ്ഞത്. പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. തീ ബ്ലാസ്റ്റ് ആകാൻ തുടങ്ങി. ആ തീയിൽ എല്ലാം തന്നെ കത്തി ചാമ്പലായി. അടുത്ത ദിവസം രാവിലെ പ്രാച്ചിയും അവളുടെ അമ്മ സുമിത്രയും കണ്ണു നിറയെ കണ്ണീരോടെ ചില അസിസ്റ്റന്റുകളോടുകൂടി സംഭവം നടന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ എന്ത് നടന്നെന്ന് കാണാനായി വന്നിരിക്കുകയാണ് അവർ. അവിടെ മുഴുവനും കുഴപ്പം നിറഞ്ഞിരിക്കുകയായിരുന്നു. തറയൊക്കെ കത്തിയിരുന്നു. 4 ഭാഗത്തും മരണത്തിന്റെ മണം നിറഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടേഴ്സ്, ഡോക്ടേഴ്സ് ബോഡിയെ അടയാളം കാണുകയാണ്. അന്ന് തന്നെ പ്രാച്ചിയും സുചിത്രയും സംഗീതിന്റെ അവസാനത്തെ ചടങ്ങ് നടത്തുകയായിരുന്നു. അവരുടെ മുഖം വളരെ ശാന്തമായും വിഷമത്തോടെയും കാണപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സംഗീതിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിരിക്കുകയായിരുന്നു. ആ ഫോട്ടോയിൽ മാലയിട്ടിരിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ അറയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. അവിടെ സംഗീതിന്റെ അനിയൻ സഞ്ജീവ്, സുചിത്ര പിന്നെ പ്രാച്ചിയോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ചേട്ടൻ മരണച്ചതിൽ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബിസിനസിനെ പറ്റി ആലോചിച്ചേ പറ്റുള്ളൂ. അങ്കിൾ, ബിസിനസിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞു. അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പക്ഷേ ഇവിടെ നോക്കുമോളെ, അങ്കിൾ, മൈ ഡാഡ് ബിൽഡഡ് ഫ്രം ദ സ്ക്രാച്ച്. ആ ബിസിനസിനെ മറ്റൊരാളുടെ പേര് നൽകാൻ എനിക്ക് താല്പര്യമില്ല. ഇറ്റ്സ് ഓവർ. പ്രാച്ചി ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. നിങ്ങൾക്ക് തന്നെ അറിയും, പ്രാച്ചി ഒരു കൊച്ചുകുട്ടിയാണ്. നിങ്ങൾ തന്നെ അവൾക്ക് മനസ്സിലാക്കിപ്പിക്കണം. ഞാൻ എന്ത് ചെയ്യണോ അത് ചെയ്തു കഴിഞ്ഞു. ഇനി നീ വേണം എല്ലാം ഹാൻഡിൽ ചെയ്യാൻ. Be a man. ദേഷ്യവും വെറുപ്പും നിറഞ്ഞിരുന്ന സഞ്ജീവ് ദീർഘശ്വാസം വലിച്ചു. എന്നിട്ട് അവിടെ നിന്നും എണീറ്റ് പോയി. സുചിത്ര ചെയറിൽ ഇരിക്കുകയായിരുന്നു, ഒരു അനക്കവും ഇല്ലാതെ. അന്ന് രാത്രി പ്രാച്ചി തറയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ സൈഡ് ടേബിളിൽ ഉണ്ടായിരുന്ന തന്റെ കുടുംബ ചിത്രം കയ്യിൽ വെച്ചുകൊണ്ട് കരയുകയായിരുന്നു. കതകിനരികിലുണ്ടായിരുന്ന സുചിത്ര ഇതൊക്കെ ശാന്തമായി നോക്കുകയായിരുന്നു. അവരുടെ മുഖത്തെ ദുഃഖം വളരെ നന്നായി കാണാൻ സാധിച്ചു. അടുത്ത ദിവസം സഞ്ജീവ് തന്റെ ക്യാബിനിലെ ലാഞ്ച് പ്രദേശത്ത് മന്ത്രി ഉമറാവ് സിംഗിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. അവരുടെ മുൻപിൽ ഗ്ലാസിൽ വിസ്കി ഇരിക്കുകയായിരുന്നു. അതിനരികിൽ തന്നെ ഒരു കോസ്റ്റ്ലിയായ ബോട്ടിലും ഉണ്ടായിരുന്നു. നിന്റെ ചേട്ടൻ മരണച്ചതിന് ശേഷം എല്ലാം നിനക്ക് തന്നെ കിട്ടുമെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ എന്തു പറ്റിയത്? എന്റെ ചേട്ടൻ എല്ലാവറ്റിനും എന്റെ പേരിൽ എഴുതിയേർക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? ആലോചിച്ചു നോക്ക്. ഇതിനു മുൻപ് നിന്റെ ചേട്ടനാണ് നിനക്ക് പൈസ കൊടുത്തത്. ഇനി പ്രാചി നിനക്ക് തരും. ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരുന്നാൽ പിന്നെ ആലോചിച്ചു നോക്ക്. നിന്റെ ചേട്ടൻ ചെയ്തതുപോലെ പ്രാച്ചിയും നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കും. പിന്നെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സഞ്ജീവ് ഒരു പെഗ് എടുത്ത് കുടിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് നല്ല വിഷമവും പിന്നെ വേദനയും കാണാൻ സാധിച്ചു. വൈകുന്നേരം സുചിത്ര തന്റെ ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന സംഗീതിന്റെ ഫോട്ടോ എല്ലാം തന്നെ എടുത്തു. ഫോട്ടോസ് എടുത്തു വയ്ക്കുമ്പോൾ അവരുടെ മുഖം വല്ലാതെ വാടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രാച്ചി അവിടേക്ക് വന്നത്. എന്നിട്ട് അവർ ഇങ്ങനെ ചെയ്യുന്നത് അവൾ കണ്ടു. അമ്മേ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? മോളെ, അത് പിന്നെ ലുക്സ് ലൈക്ക് അച്ഛൻ മരിച്ചതിൽ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലെന്ന് തോന്നുന്നു. നോട്ട് ലൈക്ക് ദാറ്റ്. മോളെ, നിനക്കും അറിയാം എനിക്കും നിന്റെ ഡാഡിനും ഇടയ്ക്ക് ഒന്നും ശരിയല്ല. ഇറ്റ്സ് ബിക്കോസ് യു ഹാഡ് an affair with uncle. പ്രാച്ചി, don't you dare to go there. Why mom? Isn't that true? പ്രാച്ചി, എനിക്കും അദ്ദേഹത്തിനും ഒരു ബന്ധവുമില്ല. അദ്ദേഹം എന്റെ ഒരു നല്ല കൂട്ടുകാരൻ, അത്രയും തന്നെ. അതും കല്യാണത്തിന് മുൻപ്. ഐ ഡോണ്ട് ട്രസ്റ്റ് യു മമ്മ. യു ഹാവ് ടു പ്രാച്ചി. ഇറ്റ്സ് ആൻ ഓർഡർ നൗ. നീ മുഴുവൻ ബിസിനസ് കൺട്രോളും സഞ്ജീവിന് നൽകണം. ആ ബിസിനസ് എന്റെ ഡാഡിന്റേതാണ്. ഞാൻ അദ്ദേഹത്തിന് അത് നൽകില്ല. പ്രാച്ചി, പ്രാച്ചി. പ്രാച്ചി വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും തിരിച്ചു. വളരെ വേഗത്തോടെ പുറത്തേക്ക് വന്നു. കതകിനരികിലേക്ക് ചെന്നതും തിരിഞ്ഞ് വീണ്ടും ഒരു വട്ടം നോക്കി. ആൻഡ് യു നോ വാട്ട്? പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വളരെ നന്നായി പോകുന്നുണ്ട്. ഐ മേക്ക് ഷുവർ ഇതിന് പുറകിൽ ആരൊക്കെയാണോ അവർക്ക് ശിക്ഷ ലഭിച്ചിരിക്കണം. ഇന്ന് രാത്രി തന്നെ. പ്രാച്ചി ആദ്യമായി തന്റെ അച്ഛനെ കണ്ടു. എന്നിട്ട് അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവളുടെ ബോയ്ഫ്രണ്ട് ഹാർഷ് അവിടേക്ക് വന്നു. എന്നിട്ട് പേടിച്ച പ്രാച്ചിയെ സമാധാനപ്പെടുത്തി. എന്തു പറ്റി പ്രാച്ചി? യു ഓക്കേ? I saw my dad. ഡാഡോ? എന്താ പറയുന്നു പ്രാച്ചി? He has gone. Okay? You have to be strong. Don't lose yourself. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. അന്ന് രാത്രി സഞ്ജീവ് ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ സുചിത്ര അവന്റെ മുൻപിൽ സമാധാനമില്ലാതെ ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുകയായിരുന്നു. രണ്ടുപേരുടെ മുഖവും വളരെ നന്നായി വാടിയിരിക്കുകയായിരുന്നു. നമ്മൾ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാച്ചിക്ക് എങ്ങനെ സംശയം വന്നത്? എനിക്കതൊന്നും അറിയില്ല.
ഇപ്പോൾ സംഭവിച്ചത് എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. ഇപ്പോൾ എന്ത് ചെയ്യാനാ? ആദ്യം നമ്മൾ ഇത് കണ്ടുപിടിക്കണം. ഇപ്പോൾ പ്രാച്ചി എവിടെയാണ്? എന്തിനാ? ഇന്ന് വൈകുന്നേരം ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി. അതിനുശേഷം അവൾ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഫോണിൽ ട്രൈ ചെയ്തു, പക്ഷെ അവൾ റെസ്പോണ്ട് ചെയ്തില്ല. അവളൊന്നും കൊച്ചുകുട്ടിയല്ല. യു ആർ റൈറ്റ് സഞ്ജീവ്, അവൾ കൊച്ചുകുട്ടിയല്ല. സഞ്ജീവിന്റെ മുഖത്ത് ചെറിയ തോതിൽ പേടി കാണാൻ സാധിച്ചു. സഞ്ജീവും സുചിത്രയും കൂടി ഓഫീസിലേക്ക് പോവുകയായിരുന്നു. രണ്ടുപേരും വളരെ ടയേർഡായിരുന്നു. വണ്ടി സഞ്ജീവ് ഓടിക്കുകയായിരുന്നു. അപ്പോഴാണ് സുചിത്രയുടെ ഫോണിൽ അറിയാത്ത ഒരു നമ്പറിൽ നിന്നും കോൾ വന്നത്. ഹലോ, ആരാണ്? ഇനി ഞാൻ എവരെയും വെറുതെ വിടാൻ പോകുന്നില്ല. സംഗീതിന്റെ പേര് കേട്ടതും തന്നെ സഞ്ജീവ് പേടിച്ച് നിർത്തി. സുചിത്രയുടെ കണ്ണുകളിൽ പേടിയുണ്ടായിരുന്നു. പിന്നെ മുഖത്ത് പേടി നന്നായി തന്നെ കാണാൻ സാധിച്ചു. നീ ഇപ്പോൾ എന്താ പറഞ്ഞേ? അദ്ദേഹം തിരികെ വന്നിരിക്കുകയാണ്. നീ ഇപ്പോൾ എന്താ പറയാൻ പറഞ്ഞത്? സഞ്ജീവ് വേഗം വണ്ടി ഓടിച്ച് ഓഫീസിലേക്ക് പോകൂ, അല്ലെങ്കിൽ. സഞ്ജീവ് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രണ്ടുപേരും വീണ്ടും ഓഫീസിനെ നോക്കി ചെന്നു. മറുവശത്തെ ഓഫീസിൽ ഹർഷ് പാൻട്രിയിൽ തനിച്ചു നിൽക്കുകയായിരുന്നു. അവൻ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നോക്കി. അവന്റെ മുഖത്തൊരു വിചിത്രമായ ചിരി കാണാൻ സാധിച്ചു. അവൻ പതുക്കെ പോക്കറ്റിൽ തന്റെ കൈയിട്ടു. എന്നിട്ടൊരു വെളുത്ത ശേഷി അവൻ എടുത്തു. അത് അവൻ കോഫിയിൽ മിക്സ് ചെയ്തു. പിന്നെ സ്പൂൺ കൊണ്ട് പതുക്കെ മിക്സ് ചെയ്തു. അവന്റെ മുഖത്ത് വിചിത്രമായ ഒരു ചിരി കാണാൻ സാധിച്ചു. അപ്പോഴാണ് പുറത്ത് മേഘമിടിക്കുന്ന ശബ്ദം കേട്ടത്. കർട്ടന്റെ പുറകിൽ നിന്നും ഒരു നിഴൽ കാണാൻ സാധിച്ചു. ഹർഷ് അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടെ ഉള്ളത് ആരാണെന്നറിയാൻ അവൻ മുൻപിലോട്ട് പതുക്കെ നടന്നു ചെന്നു. ആരാതെ? അവന്റെ ചോദ്യത്തിന് ഒരു ഉത്തരവും ലഭിച്ചില്ല. പിന്നെ വീണ്ടും ഇടിയിടിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. പിന്നെ ആ വെളിച്ചത്തിൽ സംഗീതിന്റെ ശരീരം വളരെ നന്നായി കാണാൻ സാധിച്ചു. ഇത് കണ്ടതും ഹർഷ് വല്ലാതെ ഞെട്ടിപ്പോയി. പക്ഷെ അവന്റെ കാലുകൾ ആരോ പിടിച്ചു വെച്ചതുപോലെ നിന്നു. അവന്റെ ശരീരം തന്നെ പുറകിലോട്ട് തിരിയാൻ തുടങ്ങി. അവന്റെ പുറകിലായി സംഗീതിന്റെ ആത്മാവ് നിൽക്കുകയായിരുന്നു. പേടിച്ച് ഹർഷ് ചുമരിനരികിലേക്ക് ഓടിച്ചെന്നു. അവന്റെ ശരീരം പതുക്കെ മുകളിലോട്ട് പൊങ്ങാൻ തുടങ്ങി. പിന്നെ അവന്റെ കാലുകൾ തറയിൽ നിന്ന് മുകളിലോട്ട് പൊന്തി വന്നു. സംഗീത് അവന്റെ കഴുത്തിൽ പിടിച്ചു. പിന്നെ ഹർഷ് പേടിച്ച് നിലച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങൾ എന്നെ എന്താ ചെയ്യുന്നമോ ചെയ്തു കഴിഞ്ഞോ? പക്ഷേ എന്റെ മകളിനെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാൽ. ഹർഷിന്റെ മുഖം ചുവന്നതായി മാറി. കാരണം അവന്റെ കഴുത്ത് ഞെരിച്ചിരിക്കുകയായിരുന്നു. അവൻ രക്ഷപ്പെടാനായി ഒരുപാട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവനെ കൊല്ലാൻ സാധിച്ചില്ല. പ്രാച്ചി തന്റെ ക്യാബിനിൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അകത്ത് ചൂടുള്ള വെളിച്ചം അകത്തേക്ക് വന്നു. പിന്നെ 4 വശത്തും ശാന്തത നിറഞ്ഞിരുന്നു. അപ്പോഴാണ് സുചിത്രയും സഞ്ജീവും ആ മുറിയുടെ അകത്തേക്ക് വന്നത്. മോളെ, നിനക്കൊന്നുമില്ലല്ലോ? ഡോണ്ട് കാൾ മീ. നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? പ്രാച്ചി, നീ ഞങ്ങളുടെ മേലെ കല്ലുപളി ഇടാൻ പറ്റില്ലായിരുന്നു. നീ ഞങ്ങളെ തെറ്റായിട്ട് വിചാരിക്കുന്നു. ഞങ്ങള് ആ സമയത്ത് ഹർഷ് പെട്ടെന്ന് ചുമര് പൊട്ടിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു വീണു. അവന്റെ ശരീരം പ്രാച്ചിയുടെയും സുചിത്രയുടെയും മുൻപിൽ വന്നു വീണു. അവൻ വീണ് അവിടത്തെ കണ്ണാടി ടേബിൾ പൊട്ടിപ്പോയി. ഹർഷിന്റെ ശരീരം മുഴുവൻ രക്തം ഒലിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവൻ പ്രാച്ചിയെ നോക്കി. എന്തോ പറയാനായി അവൻ ശ്രമിച്ചു. പക്ഷെ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. പ്രാച്ചി ഉടനെ ഹർഷിന്റെ ബോഡിയുടെ അടുത്തേക്ക് വീണു. അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ വളരെ വിഷമത്തോടെ ഏങ്ങി കരയാൻ തുടങ്ങി. ഹർഷ്, 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 ഹർഷ്. പതുക്കെ നടന്ന് സംഗീതിന്റെ ആത്മാവ് ആ ഉടഞ്ഞ ചുമരിനിടയിൽ നിന്നും പുറത്തേക്ക് വന്നു. സഞ്ജീവും സുചിത്രയും ഞെട്ടി അദ്ദേഹത്തെ നോക്കി നിൽക്കുകയായിരുന്നു. പ്രാച്ചി തന്റെ തല ഉയർത്തി നോക്കി. മോളെ, ഇതിന് ശേഷം നിന്റെ അമ്മന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണ്ട. എന്റെ മരണത്തിന് കാരണം ഇവൾ തന്നെയാണ്. സംഗീത്, ഹർഷ് പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഉമറാ സിംഗ് മുഴുവൻ കഥയും പ്രാച്ചിയോട് പറഞ്ഞു. നമുക്ക് ഈ പ്രോജക്റ്റ് കാരണം ഒരുപാട് പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഫണ്ട്സ് ഏർപ്പാട് ചെയ്തോളൂ. പ്രോഫിറ്റ് കിട്ടിയേ പറ്റുള്ളൂ. പക്ഷേ അതിനുശേഷം ബാരാമതിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ യുറേനിയം പ്രോസസ്സിംഗ് പ്ലാന്റിന്റെ വേസ്റ്റ് സാധനങ്ങളെല്ലാം നമ്മളുടെ ഗ്രാമത്തിലുള്ള നദിയിലാണ് കലക്കുന്നത്. അവിടെ നിന്നാണ് സിറ്റിയുടെ വാട്ടർ സിസ്റ്റം ഓപ്പറേറ്റ് ആവുന്നത്. എന്നെ കൊണ്ട് ഈ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയേക്കും.
എന്നെ ക്ഷമിച്ചേക്കൂ സാറേ. ബാരാമതി എൻ്റെ ഗ്രാമമാണ്. ഈ കുറച്ച് പൈസയിന് വേണ്ടി എൻ്റെ ഗ്രാമത്തിനെ വിൽക്കാൻ പറ്റില്ല. സംഗീത് ഇങ്ങനെ പറഞ്ഞതും ഉമറാവ് സിംഗിന് അത് തീരെ ഇഷ്ടമായില്ല. ഇവൻ ആ ഉമേഷ് സിംഗിന്റെ മകനാണ്. ആ ഉമേഷിന്റെ യുറേനിയം പ്രോസസിംഗ് പ്ലാന്റിനാണ് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതിൽ ദേഷ്യപ്പെട്ട് അവൻ ഹർഷിനെ നിന്നെ പ്രേമിക്കാനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അവന് എന്നെ പറ്റിയ ഇൻഫർമേഷൻ എന്നെ കൊണ്ട് കിട്ടണമെന്ന് അവൻ വിചാരിച്ചു. പിന്നെ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് ബാരാമതി ചെല്ലുമ്പോൾ ആ അവകാശത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അവൻ എൻ്റെ പ്ലെയിനെ ബ്ലാസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇത് കേട്ടതും സുചിത്രയും പ്രാച്ചിയും കരയാൻ തുടങ്ങി. പക്ഷേ സഞ്ജീവ് അവരുടെ പുറകിൽ നിന്നുകൊണ്ട് വളരെ വിഷമത്തോടെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവനാണ് സഞ്ജീവിനോട് ചേർന്ന് ഈ പ്ലാൻ ചെയ്തു കളഞ്ഞത്. കാരണം അവൻ്റെ സപ്പോർട്ടിനോട് ഇവൻ ഈ പ്രോജക്റ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചു. സഞ്ജീവ് നമ്മളെ പറ്റിച്ചു കളഞ്ഞു. പക്ഷേ ഇവിടെ നോക്കുമ്പോഴേ നീ എല്ലാവற்றிനും സമാളിച്ചു. എനിക്ക് നിന്നെ വിചാരിച്ച് ഗർവം തോന്നുന്നു. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതുപോലെ ആ വൃദ്ധാശ്രമത്തിന് നീ 6 കോടി ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമ്പനി എപ്പോഴും നിനക്ക് മാത്രമാണ് സ്വന്തം. ഐ എം സോറി സുചിത്ര, എന്നെ കൊണ്ട് നിനക്ക് സമയം തരാൻ പറ്റില്ല. ഇപ്പോൾ ഇത് എന്റെ അവസാനത്തെ പകവീട്ടുന്ന സമയമാണ്. സഞ്ജീവ്, സുമിത്ര, പ്രാച്ചി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കി. ഉമറാവ് സിംഗ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം മറ്റു ചില മന്ത്രികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പൂർത്തിയായിട്ടുണ്ട്. ഈ സമയത്തിന് പ്രാച്ചി മരണിച്ചിട്ടുണ്ടാവും. ഇനി ഈ പ്രോജക്റ്റിനെ എവരെ കൊണ്ടും തടയാൻ പറ്റില്ല. ലൈറ്റ് ഒക്കെ അണഞ്ഞു. തിളങ്ങുന്ന ആ വെളിച്ചത്തിനിടയിൽ സംഗീതിന്റെ ആത്മാവ് അവരുടെ മുന്നിലായി വന്നു നിന്നു. ആ പ്ലേറ്റിൽ എല്ലാവരും പേടികൊണ്ട് ഉറഞ്ഞിരിക്കുകയായിരുന്നു. ഇതേ സമയം ലൈറ്റ് ഒരു വലിയ ക്രാഷായി പൊട്ടിത്തെറിച്ചു. അതിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി. കത്തുന്ന തീയുടെ ഇടയിലായി സംഗീത് വളരെ ശാന്തനായി നിൽക്കുകയായിരുന്നു. തെറ്റ് സംഭവിക്കാതെ അദ്ദേഹം വിജയിച്ചു.